ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വലിയൊരു സന്തോഷത്തിൻ്റെ ഒരു വലിയ വാർത്ത ഓൾറെഡി നിങ്ങൾ ഒത്തിരി പേരും കേട്ടിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് വായിക്കുകയും ഇതിനെക്കുറിച്ചൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുള്ള ഒരു വലിയ കാര്യത്തെക്കുറിച്ച് വലിയൊരു സ്നേഹത്തോടെ സന്തോഷത്തോടെ നിങ്ങളോട് പങ്കുവയ്ക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഒപ്പം തന്നെ ആ ഒരു വലിയ ദിവസത്തിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, ഈശോയുടെ വലിയ സ്നേഹം പല രീതിയിൽ നമ്മൾ വെളിപ്പെട്ട് കിട്ടിയിട്ടുണ്ട്, നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും വ്യക്തിപരമായിട്ട് പേഴ്സണൽ എൻകൗണ്ടർ, പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഈശോയെ ഏറ്റവും അടുത്ത് നമ്മൾ കണ്ടതും അനുഭവിച്ചറിഞ്ഞതും ഈശോയുടെ കണക്കിൽ സൂക്ഷിക്കാൻ പറ്റാത്ത അത്ര വലിയ സ്നേഹം നമ്മളെല്ലാം അറിഞ്ഞ ഒരു സമയമാണ് വിശുദ്ധ കുർബാനയുടെ സമയം. ലോകത്തിൽ ഒരുപാട് വിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, പല രാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിലൊക്കെ. പക്ഷെ നമുക്കിന്ന് ഈ മലയാളം കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്ക്, ഈ രാജ്യത്ത് താമസിക്കുന്ന നമുക്ക്, നമ്മുടെ സ്വന്തം നാട്ടിൽ നടന്ന ഒരു വലിയ അത്ഭുതം, ഇന്ത്യയിലെ ആദ്യത്തെ അത്ഭുതം, ഇങ്ങനെ ഒരു സ്പെഷ്യൽ കാറ്റഗറിയിലുള്ള അപൂർവമായ ഒരു സ്പെഷ്യൽ ഗ്രേഡിലുള്ള ഒരു ദിവ്യകാരുണ്യ അത്ഭുതം നമ്മുടെ സ്വന്തം നാട്ടിൽ, നമ്മുടെ തലശ്ശേരി അതിരൂപതയിൽ വിളക്കന്നൂർ എന്നുള്ള കൊച്ചു ഇടവകയിൽ 2013 നവംബർ 15 സംഭവിച്ച ഒരു യുക്കരിസ്റ്റിക് ഒരു മാറ്റം, ഒരു വലിയ അത്ഭുതം. അത് വത്തിക്കാൻ നമ്മുടെ തിരുസഭ നമുക്ക് അപ്രൂവ് ചെയ്ത് തന്നിരിക്കുന്നു. പൊതുവായിട്ടുള്ള വണക്കത്തിന് വേണ്ടി, ആരാധനയ്ക്ക് വേണ്ടി സ്ഥിരമായിട്ട് പ്രതിഷ്ഠിച്ചുകൊണ്ട് ആ കുഞ്ഞ് ദേവാലയത്തിലേക്ക് ഈശോയുടെ ആ ഒരു വലിയ അത്ഭുതം കൊണ്ടുവരികയാണ്. അച്ഛൻ ഈ വിശുദ്ധ കുർബാനയുടെ അത്ഭുതത്തെക്കുറിച്ച് പറയുമ്പോൾ തുടക്കത്തിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, ഇല്ല ഇത് അച്ഛൻ പറഞ്ഞു തന്നില്ലെന്ന് നിങ്ങൾക്കറിയാം. എല്ലാ ദിവസവും നമ്മുടെ ഇടവക പള്ളികളിൽ, നമ്മുടെ ആശ്രമ ദേവാലയങ്ങളിൽ എവിടെയൊക്കെ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നുണ്ടോ അവിടെ എല്ലാം അത്ഭുതം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പവും വീഞ്ഞും ഈശോയുടെ ശരീര രക്തങ്ങളായിത്തീരുന്ന, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ആ സ്നേഹത്തിൻ്റെ അത്ഭുതം എല്ലാ വിശുദ്ധ കുർബാനയിലും സംഭവിക്കുന്നുണ്ട്. വിളക്കന്നൂർ എന്ന ഈ കൊച്ചു ഗ്രാമത്തിൽ, കൊച്ചിടവകയിൽ സംഭവിച്ച അത്ഭുതം എന്താണ്? ഈശോയുടെ ഈ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട ഒരു അച്ഛൻ, ഫാദർ തോമസ് പതിക്കൽ, വിളക്കന്നൂർ അന്ന് ഇടവകയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന വൈദികനാണ്. അച്ഛൻ ആ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, നമ്മുടെ വിശുദ്ധ കുർബാനയ്ക്ക് വൈദികൻ ഉപയോഗിക്കുന്ന വലിയ തിരുവോസ്തിയുണ്ട്. ആ തിരുവോസ്തിയിൽ ഒരു ചെറിയൊരു അടയാളം, ഒരു മാറ്റം കാണുന്നു. പിന്നീട് അതിങ്ങനെ തെളിഞ്ഞ് വരുന്നു. ഈശോയുടെ തിരുമുഖം തിരുവോസ്തിയിൽ പ്രത്യക്ഷപ്പെടുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 100 കണക്കിന് 140ഓളം വരുന്ന ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ സഭ നമുക്ക് അപ്രൂവ് ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, നമ്മുടെ പ്രിയപ്പെട്ട വിശുദ്ധൻ കാർലോ അക്വിറ്റസ് ഫേമസ് ആയത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈശോയുടെ സ്നേഹത്തിൻ്റെ ആ ഹൃദയത്തിലേക്ക് കൂടുതൽ അടുത്തത് എങ്ങനെയാണെന്ന് സഭ നമുക്ക് പറഞ്ഞു തന്നേക്കുന്നത് ഈ യൂക്കറിസ്റ്റിക് മിറാക്കിൾസിനെയൊക്കെ ഇങ്ങനെ ഓൺലൈനിൽ ഒരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ശേഖരിച്ചു വെച്ചു. അത് പിന്നെ എല്ലാവർക്കും പഠിക്കാനും വായിക്കാനും ഒക്കെ ആയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട കാർലോ നമുക്കൊരു വലിയ ഓപ്പണിംഗ് തന്നു. അപ്പോൾ 140ഓളം വരുന്ന ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ ഓൾറെഡി ഉണ്ട്. നമുക്കറിയാം, ഏറ്റവും ഫേമസ് ആയിട്ടുള്ള, സഭയുടെ ചരിത്രത്തിൽ ഏറ്റവും ഫേമസ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കുന്ന ഒരു കാര്യമാണ് ഈ 8ാം നൂറ്റാണ്ടിൽ, 7ാം നൂറ്റാണ്ടിൽ, 8ാം നൂറ്റാണ്ടിലൊക്കെ ഇറ്റലിയിൽ ലാൻസിയാനോ എന്ന് പറഞ്ഞ സ്ഥലത്ത് സംഭവിച്ച യൂക്കറിസ്റ്റിക് മിറാക്കിൾ. എന്നുവെച്ചാൽ ശരിക്കും ഈശോയുടെ അതൊരു വെളിപ്പെട്ട് കാണാൻ പറ്റി. തിരുരക്തവും തിരുശരീരവും രക്തക്കട്ട, മാംസക്കട്ടയൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റി. നമുക്ക് ഓർക്കണം, മുമ്പ് പറഞ്ഞ പോലെ എല്ലാ വിശുദ്ധ കുർബാനയിലും സംഭവിക്കുകയാണ്. നമുക്കത് കൃത്യമാണെന്നും നമുക്ക് ആ വിശുദ്ധ കുർബാനയിലുള്ള നമ്മുടെ വിശ്വാസം സ്ട്രോങ് ആകാൻ വേണ്ടി ഓരോ കാലത്തും, ഓരോ ദേശത്തിലും, ഓരോ സമയത്ത് ഈശോ ആ വിശ്വാസം വർദ്ധിക്കാൻ, വിശുദ്ധ കുർബാനയിലുള്ള ഈശോയുടെ റിയൽ പ്രസൻസിലുള്ള നമ്മുടെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി അടയാളങ്ങൾ കാണിക്കും. 2013 നവംബർ 15 തലശ്ശേരി അതിരൂപതയിലെ ഈ കുഞ്ഞിടവകയിൽ സംഭവിച്ചത് അങ്ങനെ ഒരു അടയാളമാണ്. ആ ദേവാലയത്തിൽ അർപ്പിക്കപ്പെട്ട എല്ലാ പരിശുദ്ധ ബലികളിലും അപ്പവും വീഞ്ഞും ഈശോയുടെ ശരീരക്തമായി മാറി അതിലുള്ള ജനത്തിൻ്റെ വിശ്വാസം കൂടാൻ വേണ്ടിയിട്ട്, ആ ദേശത്തിന് വേണ്ടി മാത്രമല്ല ലോകം മുഴുവനും വേണ്ടിയിട്ട് ആ ഈ വിശുദ്ധ കുർബാനയിലെ ഒരു അടയാളം ഈശോ വീണ്ടും കാണിച്ചു. വലിയ പഠനങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ പിന്നെ വത്തിക്കാനിലേക്ക് കൊണ്ടുപോയി, തലശ്ശേരി അതിരൂപതയുടെ ആസ്ഥാനത്തേക്ക് കൊണ്ടുപോയി. 2018 വത്തിക്കാനിലേക്ക് കൊണ്ടുവന്നു. വലിയ പഠനങ്ങളൊക്കെ നടക്കുന്നു. പിന്നീട് ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. വലിയ സയൻറ്റിഫിക് എക്സ്പെരിമെൻറ്റ്സ് നടക്കുന്നു. 2-3 എക്സ്പെരിമെൻറ്റ്സ് നടക്കുന്നു. സയൻറ്റിസ്റ്റുകളും ഒപ്പം തന്നെ ദൈവശാസ്ത്രജ്ഞന്മാരും ഒക്കെ ഇതിനെക്കുറിച്ച് പഠിക്കുന്നു. ഏറ്റവും വലിയ അത്ഭുതം എന്താ? ആ വലിയൊരു അത്ഭുതമായിട്ടില്ലെങ്കിൽ ഇതിനൊരു അടയാളമായിട്ട് എടുത്തു കാണിക്കാൻ നമുക്ക് പറയാണ്ട ഇത്ര വർഷം, 12-13 വർഷങ്ങളായിട്ടും ആ തിരുവോസ്തിക്ക്, ആ സിറ്റീസ്, ആ ഒരു സബ്സ്റ്റൻസ് ആയിട്ട് അത് എടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു വസ്തുവായിട്ട് അത് എടുത്തിട്ടുണ്ടെങ്കിൽ, നല്ല വാക്കല്ല, അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരു മാറ്റവും സംഭവിക്കാതെ, ഒരു ചുളുക്കമോ ഒരു പൂപ്പലോ പിടിക്കാതെ, ഫംഗസോ ഒന്നും ഉണ്ടാവാതെ 10-13 വർഷം അതിരിക്കുക എന്നുള്ളത്. നമുക്ക് നമ്മുടെ പള്ളിയിലൊക്കെ ആരാധനയ്ക്കൊക്കെ നമ്മൾ വെക്കുന്നില്ലേ, ഈശോയുടെ ശരീരം എടുത്ത് വെക്കുന്നുണ്ട്. മാസത്തിൽ ഒരിക്കലൊക്കെ അച്ഛന്മാരത് മാറ്റും. കാരണം കാലാവസ്ഥ അനുസരിച്ച് ചിലപ്പോൾ അതിനൊക്കെ ഒരു മാറ്റമൊക്കെ വരും.
ഒരു കുറവ് കൂടാതെ. അപ്പോൾ അതൊരു വലിയ അടയാളമായിട്ട് ആവശ്യമായ എല്ലാ പഠനങ്ങൾക്ക് ശേഷം തിരുസഭ നമുക്കത് അപ്രൂവ് ചെയ്ത് തന്നിരിക്കുകയാണ്. ഈ മെയ് മാസം അവസാനത്തെ ദിവസം, പരിശുദ്ധ അമ്മയുടെ വണക്കമാസത്തിൻ്റെ അവസാനത്തെ ദിവസം, മെയ് 31 2025 ഈ വർഷം തിരുസഭ അത് അപ്രൂവ് ചെയ്ത് പൊതുപ്രതിഷ്ഠയ്ക്ക്, പൊതുവണക്കത്തിന്, ആരാധനയ്ക്ക് വേണ്ടി ആ പള്ളിയിലേക്ക് കൊണ്ടുവരികയാണ്. അച്ഛൻ ഈ പള്ളിയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ കാര്യമുണ്ട്. എന്താണെന്നറിയോ? വിളക്കിനൂർ ഇടവക, തലശ്ശേരി അതിരൂപതയിൽ ഈ കൊച്ചിടവകയിലാണ് ഞാൻ മാമോദീസ മുങ്ങിയത്, ആദ്യമായിട്ട് ഞാൻ കുമ്പസാരിച്ചത്, ആദ്യത്തെ വിശുദ്ധ കുർബാന, എൻ്റെ സ്ഥൈര്യലേപനം, എൻ്റെ തിരുപ്പട്ടം, ഞാനൊരു വൈദികനായി മാറി ബലിപീഠം ചുംബിച്ചത് ആ ബലിപീഠത്തിലാണ്, ആ ഇടവക പള്ളിയിലാണ് ഈ ഒരു വലിയ ഈശോയുടെ വലിയൊരു അടയാളം നമ്മൾ കണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 31 തലശ്ശേരി അതിരൂപതയുടെ വലിയ അധ്യക്ഷൻ, നമ്മുടെ പ്രിയപ്പെട്ട അഭിമന്യ പാമ്പ്ളാനി പിതാവും, ഒപ്പം തന്നെ നമ്മുടെ തിരുസഭയ്ക്ക് വേണ്ടി വത്തിക്കാൻ്റെ സ്ഥാനപതിയായിട്ടുള്ള ആർച്ച് ബിഷപ്പ് ലിയോപോൾഡ് ജെറേലിയും കൂടെ, വത്തിക്കാൻ്റെ നുൻഷിയോ, നമ്മുടെ ഇന്ത്യയിലേക്കുള്ള നുൻഷിയോ ആ ദേവാലയത്തിൽ വരുന്നു, ബലിയർപ്പിക്കുന്നു. ആ ബലിയർപ്പണത്തിൻ്റെ സമയത്ത് ഇത് ഒഫീഷ്യലായിട്ട് നമുക്ക് വേണ്ടി തരികയാണ്. നിങ്ങളെല്ലാവരെയും വലിയ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാണ്. വലിയ സ്നേഹം. നിങ്ങൾ എപ്പോഴെങ്കിലും, ഇപ്പോൾ ഈ 31 അവിടെ വരാൻ പറ്റുമോ എന്ന് അറിഞ്ഞൂടെ, പക്ഷേ എപ്പോഴെങ്കിലും ഈ ഒരു കൊച്ചിടവകയിലേക്ക് വരണം. എല്ലാ നിങ്ങളുടെ ദേവാലയങ്ങളിലൊക്കെ നടക്കുന്ന വിശുദ്ധ കുർബാനയുടെ അത്ഭുതമാണ്. ആ അത്ഭുതത്തിൽ, ആ വലിയ വലിയ സ്നേഹത്തിലുള്ള നിങ്ങളുടെ വിശ്വാസം കൂടാൻ വേണ്ടിയിട്ട് ഈശോ തന്നിരിക്കുന്ന ഒരു അടയാളമാണിത്. തീർച്ചയായിട്ടും ആ ദേവാലയത്തിൽ നിങ്ങൾ വരണം. ഒരു കുഞ്ഞു പള്ളിയാണ്, പക്ഷേ ഈശോയുടെ സ്നേഹം മുഴുവൻ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ സ്പേസ് ആയിട്ട് കർത്താവ് തിരഞ്ഞെടുത്തൊരു സ്ഥലമാണ്. നിങ്ങൾ ഓർക്കണം, ഇന്നും നിങ്ങൾ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ, നാളെ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ, ആസ് ഐ ടോൾഡ് എർലിയർ, ബിഗ് മിറക്കിൾ ഈസ് ഹാപ്പനിങ്. ആ മിറക്കിൾ എന്താണെന്ന് അറിയോ? ശരിക്കും വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ബോധ്യങ്ങൾ നമുക്കുണ്ട്. ഈശോയുടെ സ്നേഹം വെളിപ്പെട്ട സമയമാണ് വിശുദ്ധ കുർബാന. ഈശോയുടെ സ്നേഹത്തിൽ ഇങ്ങനെ പാകി എടുത്ത ഒരു സമയമാണ് വിശുദ്ധ കുർബാന. ഈശോ തന്നെ പറയുന്നില്ല, യോഹന്നാന്റെ സുവിശേഷം 15 13 വാക്യത്തിൽ, സ്നേഹത്തിന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ആൻഡ് ഹി ഷോഡ് ഇറ്റ്. ഈശോ അത് കാണിച്ചു തന്നു. ഇത്രയും മാത്രം സ്നേഹിക്കാൻ പറ്റൂടി എന്നൊക്കെ നമ്മളോട്, ഈശോയുടെ കുഞ്ഞുങ്ങളോട് പറയുകയാണ്. ഈശോ സ്വന്തം ശരീരം, അതായത് അപ്പം, അന്ന് അന്ത്യത്താഴ്വേളയുടെ ഈ വായനകളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ എന്നോർത്ത്, ഈശോ ഈ അപ്പം എടുത്ത് വീഞ്ഞെടുത്ത് പറഞ്ഞു, ഇതെൻ്റെ ശരീരം, ഇതെൻ്റെ രക്തം, നിങ്ങളിത് കഴിക്കണം, നിങ്ങളിത് കഴിക്കണം, നിങ്ങളിത് കുടിക്കണം, അത് എൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ്. പറഞ്ഞത് ഈശോയാണ്. ആ ഈശോ അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാനില്ല. ഇപ്പം നിങ്ങൾ ഓർത്ത് നോക്കി, അച്ഛൻ ഇപ്പം നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്, ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഹാൻഡ്സ് അപ്പ്, യു ആർ അണ്ടർ അറസ്റ്റ്. നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ചിരിക്കുക, അച്ഛാ തമാശ പറയുകയാണെന്ന് ചോദിക്കും. കാരണം അത് പറയേണ്ട വ്യക്തിയല്ല ഞാൻ. പക്ഷേ നിങ്ങളുടെ അടുത്തേക്ക് ഒരു പോലീസ് ഓഫീസർ വന്ന് പറയാണ്, യു ആർ അണ്ടർ അറസ്റ്റ്. പിന്നെ അവിടെ എക്സ്പ്ലനേഷൻ ഇല്ല, യു ആർ അണ്ടർ അറസ്റ്റ്. കാരണം അധികാരമുള്ള, ഇത് പറയാൻ ഒരു അതോറിറ്റി ഉള്ള ഒരാൾ വന്നാൽ ആ വാക്ക് ക്ലിയറാണ്. അച്ഛൻ പറയുന്നത് പോലെ അല്ല. അച്ഛൻ നിങ്ങളോട് പറയണ്ട യു ആർ അണ്ടർ അറസ്റ്റ്. നോ, ഒരു പോലീസുകാരൻ നിങ്ങളോട് വന്ന് പറയണ്ട യു ആർ അണ്ടർ അറസ്റ്റ്, യു ആർ അണ്ടർ അറസ്റ്റ്. ഇതുപോലെയാണ് വേറൊരാൾ പറഞ്ഞതുകൊണ്ടല്ല, ഈശോ ഹിംസെൽഫ്, ഈശോ തന്നെ പറഞ്ഞേക്കാണ്, ഇതെൻ്റെ ശരീരം, ഇതെൻ്റെ രക്തം, ഇത് നിങ്ങൾക്കുള്ള സ്നേഹത്തിന് വേണ്ടി ഞാൻ ഇത് തരികയാണെന്ന് ഈശോയാണ് പറഞ്ഞത്. സോ വി ബിലീവ്. ആ ബിലീഫ്, ആ ഫെയ്ത്ത്, ആ വിശ്വാസം കൂട്ടാൻ വേണ്ടിയിട്ട് മുമ്പേ പറഞ്ഞ പോലെ ഓരോ കാലത്തിലും, ഓരോ സമയത്തും, ഓരോ സ്പേസിലും ഈശോ അടയാളങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു വലിയ അടയാളമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ കുർബാനയെക്കുറിച്ച് നമുക്കറിയാലോ, ഈശോ ഇങ്ങനെ പറയുന്നില്ല, ഇത് നിങ്ങൾക്ക് വേണ്ടി തരുന്നതാണ്, അല്ലേ? നിങ്ങൾക്ക് വേണ്ടി. പൗലോസിലേക്ക് ഇത് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് ഗലാത്യ 2:20 പറയുന്നുണ്ട്, അവൻ എനിക്ക് വേണ്ടി ബലിയായി മാറി. ഈശോ പറഞ്ഞു ഇത് നിങ്ങൾക്ക് വേണ്ടി എന്നുള്ളതാണ്. നമ്മൾ സ്വീകരിക്കുന്ന എപ്പോഴാണ്? പൗലോസിലേക്ക് പോലെ നമുക്ക് പറയാൻ പറ്റണം, ഇത് എനിക്ക് വേണ്ടി ബലിയായി തീർന്നതാണ്. പൗലോസിലേക്ക് തന്നെ പിന്നീടും പറയുന്നുണ്ട്, ഈ 2 കൊരിന്തോസ് 5:14 പറയുന്നുണ്ട്, ഒരുവൻ അനേകർക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി ബലിയായി തീർന്നു, മരിച്ചു. ഈശോ ചെയ്ത ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ അടയാളം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കായി, എനിക്കായി, അനേകർക്ക് വേണ്ടി സ്വന്തം ശരീരവും രക്തവും എടുത്തു തന്നു. ആൻഡ് ദാറ്റ്സ് എ ബിഗ്ഗസ്റ്റ് മിറക്കിൾ. അതാണ് ഏറ്റവും വലിയ അത്ഭുതം, അതാണ് ഏറ്റവും വലിയ അടയാളം. ഇപ്പം വിളക്കിനൂർ ഇടവകയിലൊക്കെ സംഭവിച്ചതുപോലെ നമുക്ക് ആഗ്രഹം ഉണ്ടാകും, നമ്മൾ ഓരോ ദിവസം ബലിയർപ്പിക്കുമ്പോൾ ഈശോയുടെ തിരുമുഖമൊക്കെ കാണാൻ പറ്റിയിരുന്നെങ്കിൽ, ഇത് ശരീരവും രക്തവുമായിട്ട് ആ ഒരു സ്പെഷ്യൽ ആയിട്ട് തന്നെ നമുക്കൊന്ന് അത്ര അധികമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിലൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. മക്കളെ, ശരിക്കും ഈശോയെ കേട്ടോണ്ടിരിക്കുന്ന ഈശോയുടെ മക്കളെ, ശരിക്കും അങ്ങനെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈശോയുടെ സ്നേഹം വാഴ്ത്തി വിഭജിച്ച് കർത്താവ് നമുക്ക് ആ ഒരു ബലിയിൽ തരികയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ചേട്ടായി, നമ്മുടെ പ്രിയപ്പെട്ട ബിനോജ് മുളവരിക്കലച്ചൻ ഈ കഴിഞ്ഞ വർഷം എഴുതിയ ഒരു പാട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ക്രൂശാകും മേശയിൽ, അല്ലേ? എന്തായാലും ഉറപ്പായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒന്നുകൂടെ ഒന്ന് കേട്ട് നോക്കണം കേട്ടോ. അതിൻ്റെ വരികൾ, ആദ്യത്തെ വരികൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ക്രൂശാകും മേശയിൽ സ്നേഹക്കനലിൽ പാകം ചെയ്തൊരപ്പം, സ്വർഗം പാകം ചെയ്തൊരപ്പം. എന്നിട്ട് അതിൻ്റെ അടുത്തൊരു വരികളും കണ്ട്, കാണുന്നു ഓസ്തിയിൽ നാഥൻ്റെ മുഖം
കാണുന്നു ഓസ്തിയിൽ നാഥൻ്റെ സ്നേഹം. എന്നുവെച്ചാൽ ആ പാട്ടിൻ്റെ വരികളെ കുറിച്ച് മാത്രമല്ല ബിനോദച്ചൻ തീർച്ചയായിട്ടും ഈശോയുടെ അടുത്തിരുന്ന് എഴുതിയതാണെന്ന് ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നത്. എനിക്കൊന്നും ആ പാട്ട് കേട്ടിട്ട് ഞാൻ എത്ര തവണ കരഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ. അതിൻ്റെ ആ ഒരു സ്റ്റാൻസയിലൊക്കെ വരുമ്പോഴത്തേനും സെറാഫുകളിൽ ഒന്ന് ഏശയായിക്ക് കൊടുത്ത ആ കനല് അതുതന്നെയാണ് മാലാഖമാർക്കൊപ്പം വൈദികൻ എൻ്റെ നാവിലേക്ക് എടുത്ത് വെച്ച് തരുന്നതെന്നൊക്കെ പറയുമ്പോഴത്തേനും വി കോൾ ദിസ് സ്പിരിച്വൽ ഗൂസ് ബംപ് അല്ലേ. നമ്മുടെ കണ്ണും നിറഞ്ഞ് ദേഹം മുഴുവൻ അങ്ങ് വിറച്ചു പോകും. അത്ര പരിശുദ്ധാത്മാവ് ആർഭാടമായിട്ട് ഒഴുകിയിറങ്ങി നടക്കുന്ന വരികളാണ് ബിനോദച്ചൻ എഴുതി വെച്ചേക്കുന്നത്. അച്ഛൻ എഴുതിയ വരികളെ കുറിച്ച് പറയാനല്ല, ആ പാട്ട് നിങ്ങളൊന്ന് ചുമ്മാ കേട്ടോക്കെ. ആൻഡ് യു ഷുഡ് ക്ലോസ് യുവർ ഐസ്. കണ്ണടച്ച് ചെവി തുറന്നു പിടിച്ച് ഹൃദയം തുറന്നത് കേട്ട് നോക്കണം. വിശുദ്ധ കുർബാനയിൽ നിങ്ങൾ വല്ലാത്തൊരു സ്നേഹം അനുഭവിച്ചറിയാം. പാട്ട് കേൾക്കുമ്പോൾ തന്നെ ആ പാട്ട് കേട്ടിട്ട് കുർബാനയ്ക്കൊന്ന് പോയി നോക്കിക്കേ. ഇറ്റ്സ് ഒരു ഭയങ്കരമായൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇപ്പം അച്ഛൻ എഴുതി വെച്ച വരികൾ ഇങ്ങനെ, ഈ ക്രൂശാകുന്ന മേശയിൽ ഈ സ്നേഹം കൊണ്ട് പാകം ചെയ്ത, സ്നേഹമാകുന്ന കനലിൽ പാകം ചെയ്ത്, സ്വർഗം പാകം ചെയ്ത് നമുക്ക് തന്ന അപ്പം, ആ ഓസ്തിയിൽ കാണുന്നു ഈശോയെ, നിന്റെ മുഖം ഞാൻ കാണുകയാണ്, നിന്റെ സ്നേഹം ഞാൻ കാണുകയാണ്. ശരിക്കും ആ പാട്ട് ലിറ്ററലി സംഭവിച്ചതാണ് വിളക്കന്നൂർ ഇടവകയിൽ. ഇങ്ങനെ ആ വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ മുഖം തെളിഞ്ഞു കിട്ടി. ഈ പതിക്കലച്ചൻ്റെ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ കുഞ്ഞൊരു അടയാളമായിട്ട് ഒരു ചെറിയൊരു പൊട്ട് പോലെ ആദ്യം കണ്ടേ, പിന്നെ അതിങ്ങനെ ഡെവലപ്പ് ചെയ്തു. ഈശോയുടെ മുഖം, ആ ഒരു ഫേസ് ക്ലിയർ ആയിട്ട് ഇങ്ങനെ വരികയാണ്. ആൻഡ് നന്നായിട്ട് പഠനങ്ങൾ 13 വർഷത്തെ പഠനങ്ങൾക്ക് ശേഷം ഇതിനൊരു കേടുപാടും ഉണ്ടാകുന്നില്ല. ഇതിനകത്തൊരു ഹ്യൂമൻ മാനിപ്പുലേഷൻ, മനുഷ്യൻ്റെ ഒരു കൈ ഇതിനകത്ത് വന്നിട്ടില്ല എന്നുള്ള ബ്യൂട്ടിഫുൾ ആയൊരു സ്റ്റഡി നടത്തി. നിങ്ങളിത് കേൾക്കുമ്പോൾ, ഇപ്പോൾ ഇത് കേൾക്കുമ്പോഴോ ഇല്ലോ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ടോക്കുകളൊക്കെ കേൾക്കുമ്പോൾ കമൻറ്റ് ബോക്സിലൊക്കെ എടുത്തു നോക്കുമ്പോൾ വല്ലാത്ത അസ്വസ്ഥത വരും. ഇതിനൊരിക്കലും വിശ്വസിക്കാൻ തയ്യാറാവാത്തവർ, ഈ വിളക്കന്നൂർ എന്നൊരു ഗ്രാമത്തെക്കുറിച്ച് കേട്ടിട്ട് പോലും ഇല്ലാത്തവർ, വിശുദ്ധ കുർബാന എന്താണെന്ന് അറിയത്തില്ലാത്തവർ, ചിലപ്പോൾ ഒരു ക്രിസ്ത്യൻ നാമധാരികളൊക്കെ തന്നെ ആയിരിക്കും. ഇതൊരിക്കലും സമ്മതിക്കാതെ ഭയങ്കരമായ പരിപാടി. ഈ സഭയുടെ സിസ്റ്റം എന്താണോ, സഭയുടെ പഠന രീതി എന്താണോ, ഇതിൻ്റെ പിന്നിൽ സംഭവിച്ചത് എന്താണോ ഒന്നും അറിയത്തില്ലാത്ത കമൻറ്റുകൾ വരും. നിങ്ങളത് കേട്ട് അസ്വസ്ഥപ്പെടരുത്. ഇവരുടെയും വിശ്വാസം വർദ്ധിക്കാൻ, ഇവരോടും സ്നേഹം കാണിക്കാൻ വേണ്ടി ഈശോ ഇറങ്ങി വന്നത് തന്നെയാണ്. നമ്മുടെ ഫൗസ്റ്റീനാമ്മയുടെ ഡയറിയിൽ ഈ 1447 പാരഗ്രാഫ്, നിങ്ങളുടെ ഫൗസ്റ്റീനാമ്മയുടെ ഡയറി ഉണ്ടല്ലോ അല്ലേ, ഇന്ന് വായിച്ചപ്പോൾ എനിക്ക് ആ ഒരു ഭാഗത്തെത്തി ഒരു പ്രത്യേക ഒരു ആവശ്യത്തിന് വേണ്ടി വായിച്ച സമയത്ത്, ഒരു മെസ്സേജ് കിട്ടാൻ വേണ്ടി വായിച്ച സമയത്ത് കിട്ടിയതാണ്. 1447 പാരഗ്രാഫിൽ നിങ്ങൾ സമയം പോലെ വായിച്ച ഒരു വലിയ പാരഗ്രാഫാണ്. അതിനകത്ത് ഈശോ ഇങ്ങനെ പറയുന്നത്, ഫൗസ്റ്റീനാമ്മയോടും നമ്മളോടുമായിട്ട് പറയാണ്, വിശുദ്ധ കുർബാനയിലേക്ക് ഈ ആത്മാക്കളെല്ലാം വരാൻ വേണ്ടി ഞാൻ ദാഹിക്കുകയാണെന്ന്. ഈശോ വളരെ സ്നേഹത്തോടെ ആഗ്രഹിക്കുകയാണ്. പക്ഷെ അവരത് വരുന്നില്ല, അവർ വിശ്വസിക്കുന്നില്ല. അവർക്ക് വേണ്ടി ഞാൻ ദാഹത്തോടെ കാത്തിരുന്നിട്ടും വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ അവരെന്നിലേക്ക് ഐക്യപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടും അവരെൻ്റെ അടുത്തേക്ക് വരാൻ തയ്യാറാവുന്നില്ല. എന്നിട്ടും ഞാൻ അവരെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ അവർക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് പറയാം. ഈശോ പറയുന്നൊരു സങ്കടത്തിൻ്റെ ഒരു വാക്യങ്ങൾ ഇങ്ങനെയാണ്, ഈ മലയാളത്തിലെ ട്രാൻസ്ലേഷൻ ഇങ്ങനെ കൊടുത്തേക്കുന്നത്, വല്ലാത്തൊരു നിസ്സംഗതാഭാവമാണെന്ന്. വിശുദ്ധ കുർബാനയിലുള്ള എൻ്റെ സാന്നിധ്യത്തോട് ഈ ആത്മാക്കൾക്ക് വല്ലാത്തൊരു നിസ്സംഗതാഭാവം, ജീവനില്ലാത്തൊരു വസ്തുവിനെ പോലെ എന്ന പോലെയാണ് അവരെന്നെ സമീപിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വിശുദ്ധ കുർബാനയുടെ അത്ഭുതത്തെക്കുറിച്ച് ഈ വിളക്കന്നൂർ ഇടവകയിൽ മാത്രമല്ല എല്ലായിടത്തും ഇപ്പോൾ വിശുദ്ധ കുർബാന ആസ് ഇറ്റ് ഈസ്, ആ കുർബാനയെക്കുറിച്ച് പോലെ ആളുകൾ നിന്ദിച്ച് പറയുമ്പോൾ, കമൻറ്റുകൾ പറയുമ്പോൾ വിഷമിക്കല്ലേ. അവർക്ക് വേണ്ടിയും ഈശോ കാത്തിരിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി ഇതിപ്പോൾ അച്ഛനെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു വിശ്വാസത്തിൻ്റെ മേഖലയിൽ കുറവുണ്ട്, ഇങ്ങനെ വിശുദ്ധ കുർബാനയിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഈശോയുടെ റിയൽ പ്രസൻസ് വിശ്വസിക്കാൻ പറ്റുന്നില്ല, മക്കളെ നിങ്ങൾക്ക് വേണ്ടിയും ഈശോ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങളുടെ ഈ നിസ്സംഗതാഭാവം മാറാൻ വേണ്ടി ഈശോ കാത്തിരിക്കുന്നുണ്ട്. ഈ അടയാളം നിങ്ങൾക്ക് വേണ്ടി കൂടെയാണ്, ആ ഇടവകയ്ക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ. ഈ അടയാളം നിങ്ങൾക്കും കൂടെ ഉള്ളതാണ്. നിങ്ങൾക്കൊരു സംശയം ഉണ്ടെങ്കിൽ, നിങ്ങളൊരു നിസ്സംഗതാഭാവമാണെങ്കിൽ, നല്ല ക്രിസ്ത്യാനികളാണ്, ക്രിസ്ത്യൻ കുടുംബത്തിലൊക്കെയാണ്, നല്ല വേദപാഠമൊക്കെ കിട്ടി, പക്ഷേ ഇപ്പോഴും വിശുദ്ധ കുർബാനയിൽ അങ്ങ് ആഴത്തിൽ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ, ബലിയർപ്പിക്കാൻ നിങ്ങൾക്ക് മനസ്സ് വരുന്നില്ലെങ്കിൽ, ഇത് നിങ്ങൾക്ക് വേണ്ടി കൂടെ തന്നെയാണ്. ഈശോയുടെ സ്നേഹം അവിടെ കാത്തിരിക്കുകയാണ്. എനിക്കായി, നിങ്ങൾക്കായി, അനേകർക്കായി ജീവൻ ബലിയർപ്പിച്ച് ഈശോയുടെ സ്നേഹം. ആ ഓസ്തിയിൽ ഈശോയുടെ മുഖമുണ്ട്, ഈശോയുടെ ശരീരമുണ്ട്, ഈശോയുടെ രക്തമുണ്ട്, നിനക്ക് വേണ്ടി എടുത്തു തന്ന ഈശോയുടെ ശരീരരക്തങ്ങൾ. ഈ ഫൗസ്റ്റീനാമ്മയുടെ ഡയറിയിൽ തന്നെ 1571 എൻ്റെ ഓർമ്മ. ഇങ്ങനെ ഈശോ ഇങ്ങനെ പറയുന്നുണ്ട്, കരുണയാൽ നിറഞ്ഞിരിക്കുന്ന എൻ്റെ ഹൃദയം തന്നെയാണ് വിശുദ്ധ കുർബാന. അതെങ്ങനെ പറയാൻ പറ്റൂലേ? കരുണയാൽ നിറഞ്ഞിരിക്കുന്ന എൻ്റെ ഹൃദയം തന്നെയാണ് വിശുദ്ധ കുർബാന എന്ന്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ, ഇല്ലെങ്കിൽ നിങ്ങളുടെ ദേവാലയത്തിൽ എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന ആരാധനയ്ക്ക് നിങ്ങൾ ഇരിക്കുമ്പോൾ, ഈശോയെ ആരാധിക്കുമ്പോൾ നിങ്ങൾ കാണുന്നത് എന്താണെന്നറിയോ? കരുണയാൽ നിറഞ്ഞിരിക്കുന്ന ഈശോയുടെ ഹൃദയം. എന്നിട്ട് വേറെ സ്നേഹം കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് വിഷമിക്കല്ലേ, ഈശോ സ്നേഹിക്കുന്നില്ലെന്ന് പറഞ്ഞ് വിഷമിക്കല്ലേ. നിങ്ങൾ അങ്ങനെ ഒരു സങ്കടത്തിലൂടെ ഇന്ന് കടന്നു പോവാണെങ്കിൽ, ഗോ ആൻഡ് സിറ്റ് ദേർ. ഈശോയുടെ വിശുദ്ധ കുർബാനയുടെ അടുത്ത് പോയിട്ടിരിക്കുക. ആ വിശുദ്ധ കുർബാനയിലുണ്ട് നിനക്ക് വേണ്ടി ഇങ്ങനെ കരുണ നിറഞ്ഞു നിൽക്കുന്ന ഈശോയുടെ ഹൃദയം. ആ ഈശോയെ പോയി ആരാധിക്കണം.
ഇതിപ്പോൾ ഒരു ഭക്തി വണക്കത്തിന് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി, ആരാധനയ്ക്ക് വേണ്ടി, ഒരു പബ്ലിക് വർഷിപ്പിന് വേണ്ടിയിട്ട് സഭ നമുക്കിത് ഈ 2025 മെയ് 31 മുതൽ വിളക്കന്നൂർ ഇടവകയിൽ ഇത് പ്രതിഷ്ഠിക്കുമ്പോൾ മക്കളെ, ആരാധനയ്ക്ക് യോഗ്യനായ ഈശോയെ നമ്മൾ ഒരിക്കൽ കൂടി ആ വിശ്വാസം ഏറ്റുപറയാൻ പോവാണ്. നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് വരണം. ഈശോയുടെ സ്നേഹത്തിൻ്റെ ഒരു വലിയ കൃപ, എത്ര വലിയ സ്നേഹമാണ് ഈശോയ്ക്ക് നമ്മളോടുള്ളതെന്ന് കാണിച്ചു തരാൻ വേണ്ടി പോവാണ് ഈശോ വീണ്ടും കാണിച്ചു തന്നു. നിങ്ങൾ ഇന്ന് അർപ്പിക്കുന്ന ബലി, നാളെ അർപ്പിക്കുന്ന വിശുദ്ധ ബലിയിൽ ശരിക്കും പ്രാർത്ഥിക്കണം. ഈശോയെ, വിളക്കന്നൂർ സംഭവിച്ചതുപോലെ അങ്ങയുടെ തിരുമുഖം പ്രത്യക്ഷപ്പെടുക മാത്രമല്ല, ജീവനുള്ള നിൻ്റെ ശരീരവും രക്തവും എനിക്ക് ശരിക്കും കാണാൻ, അനുഭവിക്കാൻ പറ്റട്ടെ. എൻ്റെ ബിലീഫ് സിസ്റ്റത്തെ മുഴുവൻ ചിതറിച്ച് കളയുന്ന അത്ര വലിയൊരു മഹാത്ഭുതം അത് അനുഭവിക്കാൻ എനിക്ക് ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നിങ്ങൾ ഏറ്റവും അടുത്ത വിശുദ്ധ ബലി അർപ്പിക്കാൻ വേണ്ടിയിട്ട്. ചെല്ല്, സ്നേഹം പാകം ചെയ്ത അപ്പം എടുത്ത് കഴിക്കുക. സ്വർഗം പാകം ചെയ്ത ഒരപ്പം ഏശയായിക്ക് സെറാഫുകളിലൊന്ന് കൊടിലുകൊണ്ടെടുത്തു വെച്ച അത്തീക്കനൽ നിങ്ങളുടെ ഇടവകയിലെ വൈദികൻ മാലാകമാരോട് ചേർന്ന് നിങ്ങളുടെ നാവിലേക്ക് എടുത്തു വെച്ച് തരുമ്പോൾ സ്വീകരിക്കും. ഈശോയെ സ്വീകരിക്കുക. നിങ്ങളുടെ വലിയ കൃപ നിങ്ങൾക്ക് ലഭിക്കട്ടെ. നിങ്ങൾ ഇതിൻ്റെ ഒരുക്കങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം. വിളക്കന്നൂർ ഇടവകയ്ക്ക് വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ട അഭിവന്യ പാമ്പളാനി പിതാവിന് വേണ്ടി, നമ്മുടെ ന്യൂൻഷോയ്ക്ക് വേണ്ടി, നമുക്കിത് അപ്രൂവ് ചെയ്യുന്ന തിരുസഭയിലെ, പിന്നെ ഇതിൻ്റെ പഠനം നടത്തിയ എല്ലാവർക്കും വേണ്ടി, സയൻറ്റിഫിക്കായ പഠനം, വിശ്വാസപരമായ പഠനമൊക്കെ നടത്തിയ എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ കാണിച്ച ഈ ഒരു വലിയ സ്നേഹത്തിന്, ഈ ഒരു വലിയ അടയാളത്തിന് നമുക്ക് നന്ദി പറയാം. നന്ദി ചൊല്ലി തീർക്കാൻ വാക്കുകൾ പോരാ. അവർണ്ണനീയമായ ഈ ദാനത്തിന് കർത്താവേ, അങ്ങേക്ക് സ്തുതി. ഫൗസ്റ്റീനമ്മയുടെ ഡയറിയിലെ 1572 ആ പാരഗ്രാഫ് ഒന്ന് വായിക്കണം. നിനക്ക് വേണ്ടി കരുണ നിറഞ്ഞിരിക്കുന്ന ഈശോയുടെ ഹൃദയം ആരാധനയിലുണ്ട്, വിശുദ്ധ കുർബാനയിലുണ്ട്. പ്ലീസ് ഗോ ആൻഡ് റിസീവ് ഹിം. ആ സ്നേഹത്തെ പോയി സ്വീകരിക്കുക. ഈശോ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.